ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു മേജർ പാർട്ടിലേക്ക് നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്തല്ലേ. നമ്മൾ എന്തായിരുന്നു അവിടെ പറഞ്ഞത്? ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ആ ഒരു കോർ ഐഡിയ അല്ലേ, നമ്മുടെ മാനേജ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കുറച്ച് പോളിസീസും പ്രൊസീജിയേഴ്സും പ്രോസസ്സും ഒക്കെയാണ് എന്ത് ഇൻറ്റേർണൽ കൺട്രോൾ നമ്മൾ പറഞ്ഞു. നമ്മുടെ മാനേജ്മെൻറ്റ് എന്തിനാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മുടെ കമ്പനിയുടെ 3 ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു? ആ 3 ഒബ്ജക്റ്റീവ്സ് ഓപ്പറേഷൻ, അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ്, പിന്നെ കംപ്ലയിൻസ്. ഈ 3 ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പോളിസീസും പ്രൊസീജിയേഴ്സും പ്രോസസ്സും ഒക്കെ ആയിരുന്നു എന്ത് ഇൻറ്റേർണൽ കൺട്രോൾ. അപ്പോൾ ഈ 3 ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിരുന്നു മാനേജ്മെൻറ്റ് ഇൻറ്റേർണൽ കൺട്രോളിനെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് ഇൻറ്റേർണൽ കൺട്രോൾ ആർക്കൊക്കെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, അവർക്ക് എങ്ങനെയാണ് അതിൻ്റെ യൂസും കാര്യങ്ങളും വരുന്നത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കാര്യം, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ കാര്യം, പിന്നെ എംപ്ലോയീസിൻ്റെ കാര്യം, അങ്ങനെ എല്ലാവരുടെയും കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ. അവർക്കൊക്കെ എങ്ങനെയാണ് ഇൻറ്റേർണൽ കൺട്രോൾ യൂസ് ആവുന്നതെന്നും, അതുപോലെ നമ്മുടെ 3 ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചും ഓപ്പറേഷനെ കുറിച്ചും റിപ്പോർട്ടിങ്ങിനെ കുറിച്ചും കംപ്ലയിൻസിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ടുവേഴ്സ് ദ എൻഡ് ഞാൻ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയായിരുന്നു. നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഈ 3 ഒബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് കോമ്പോണൻസ് ഉണ്ട്. കുറച്ച് കോമ്പോണൻസിൻ്റെ ഹെൽപ്പോടെ ആയിരിക്കും നമ്മൾ ഈ 3 ഒബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യുക. നമുക്ക് കോസോ പറയുന്ന ഒരു 5 കോമ്പോണൻസ് ഉണ്ട്. ഒരു 5 കോമ്പോണൻസ് ഉണ്ട്. എന്തൊക്കെയാണ് 5 കോമ്പോണൻസ് എന്നായിരിക്കും നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുക. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, കൺട്രോൾ എൻവയൺമെൻറ്റ്. ഒരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലേ, ഒരു സ്ട്രക്ചർ കൊണ്ടുവരിക കമ്പനിയിൽ. എന്നിട്ട് അതിൻ്റെ ബേസിലായിരിക്കും ബാക്കിയുള്ള കോമ്പോണൻസ് എല്ലാം വരിക. നമുക്ക് എന്താണ് നോക്കാം. കൺട്രോൾ എൻവയൺമെൻറ്റ്. ദ കൺട്രോൾ എൻവയൺമെൻറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. കൺട്രോൾ എൻവയൺമെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു കോമ്പോണൻറ്റ് ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഫൗണ്ടേഷനാണ്. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നിങ്ങളൊരു വീട് വെക്കുന്ന സമയത്ത് ആദ്യം ചെയ്യുക അതിൽ ഫൗണ്ടേഷൻ കെട്ടുക അല്ലേ. ആ വീടിൻ്റെ ഫൗണ്ടേഷൻ കെട്ടുകയായിരിക്കും. എന്നിട്ട് അവിടെ നിന്നായിരിക്കും പിന്നെ ബിൽഡ് ചെയ്ത് പോവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻറ്റേർണൽ കൺട്രോളിലും. ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു കൺട്രോൾ ഒരു എൻവയൺമെൻറ്റ് കൊണ്ടുവരിക, ഒരു സ്ട്രക്ചർ കൊണ്ടുവരിക. എന്നിട്ട് അതിൻ്റെ ബേസിലായിരിക്കും ബാക്കിയുള്ള കോമ്പോണൻസ് ഒക്കെ വന്ന് ബിൽഡായി ഇൻറ്റേർണൽ കൺട്രോളിലേക്ക് നമ്മൾ എത്തുക അല്ലേ. ഈ 3 ഒബ്ജക്റ്റീവ്സ് നമ്മൾ അച്ചീവ് ചെയ്യുക. അപ്പോൾ എന്താണ് കൺട്രോൾ എൻവയൺമെൻറ്റ്? ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ആ ഒരു ഫൗണ്ടേഷനാണ്. നമ്മൾ ആദ്യം നമ്മുടെ കമ്പനിയിൽ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് കൺട്രോൾ എൻവയൺമെൻറ്റ്, ഒരു സ്ട്രക്ചർ കൊണ്ടുവരിക എന്നുള്ളത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, ഈ സ്ട്രക്ചർ, അതായത് എന്തൊക്കെയാണ് കൺട്രോൾ എൻവയൺമെൻറ്റ് വരുന്ന കാര്യങ്ങളെന്ന് ഒരു 5 പ്രിൻസിപ്പിളായിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരു 5 കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യുന്നതിലൂടെയായിരിക്കും കൺട്രോൾ എൻവയൺമെൻറ്റ് കംപ്ലീറ്റ് ആവുക. ഈ 5 കാര്യങ്ങളായിരിക്കും ഈ ഒരു കൺട്രോൾ എൻവയൺമെൻറ്റിൻ്റെ ഉള്ളിൽ വരിക, ഈ ഒരു കോമ്പോണൻറ്റിൻ്റെ ഉള്ളിൽ വരിക. നമുക്ക് നോക്കാം. മാനേജ്മെൻറ്റ് സെറ്റ് പോസിറ്റീവ് ടോൺ അറ്റ് ദ ടോപ്പ് അല്ലേ. മാനേജ്മെൻറ്റ് ഒരു ടോൺ ക്രിയേറ്റ് ചെയ്യുക. അവരുടെ ടോപ്പിൽ തന്നെ. മാനേജ്മെൻറ്റാണ് ഒരു കമ്പനിയുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അവർ അവിടെ നിന്ന് തന്നെ ഒരു ടോൺ ക്രിയേറ്റ് ചെയ്യുക അല്ലേ. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ പറയാറുണ്ട് ചെറിയ കുട്ടികളൊക്കെ മുതിർന്നവരെ കണ്ടിട്ടാണ് പഠിക്കുക എന്ന് അല്ലേ. ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ പറയും, ഓക്കെ നിന്നെ കണ്ടിട്ടാണ് അവൻ പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. മുതിർന്ന ആൾക്കാരെ കണ്ടിട്ടാണ് ചെറിയ കുട്ടികൾ പഠിക്കുക എന്നുള്ളത്. അത്രയേ ഉള്ളൂ ഇവിടെ. അതായത് മാനേജ്മെൻറ്റ് തന്നെ ഒരു ടോൺ ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെ പെരുമാറണം കമ്പനിയിൽ, എങ്ങനെ സത്യസന്ധമായിട്ട് പെരുമാറണം, എങ്ങനെ എത്തിക്കലായിട്ട് പെരുമാറണം എന്നൊരു ടോൺ ക്രിയേറ്റ് ചെയ്യുക. അതാണ് സെക്കൻഡ് പോയിന്റും പറയുന്നത്. പോളിസീസ് ഓൺ എത്തിക്സ്, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ബിഹേവിയർ ആർ ക്ലിയർലി കമ്മ്യൂണിക്കേറ്റഡ് അല്ലേ. ഒരു കമ്പനിയിൽ എങ്ങനെ എത്തിക്കലി പെരുമാറുക എന്നുള്ള പോളിസീസും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ടോപ്പിൽ നിന്ന് തന്നെ മാനേജ്മെൻറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നമ്മൾ ചെയ്യാൻ പാടില്ല, ഇത് നമ്മുടെ കമ്പനിക്ക് എത്തിക്കൽ പരമായിട്ട് അത് നമുക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എങ്ങനെ വേണോ അതൊക്കെ ചെയ്യാൻ എന്നുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള റൂട്ട് മാപ്പ് അവർക്ക് കൊടുക്കുക. ഓക്കെ, ദെൻ ബോർഡ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഓവർസൈറ്റ്. ദ ബോർഡ് പ്രൊവൈഡ് ഒബ്ജക്റ്റീവ് സൂപ്പർവിഷൻ ആൻഡ് ഓവർസൈറ്റ് അല്ലേ. ഈ കാര്യങ്ങളെല്ലാം അതായത് നോക്കിക്കാണുക, ഇതിനൊക്കെ മേൽനോട്ടം വഹിക്കുക ആരാണ്? ബോർഡാണ് അല്ലേ. അതായത് ഇവരെല്ലാം കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അപ്പോൾ പറഞ്ഞ പോലെയാണോ കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഓവർസൈറ്റ് ചെയ്യുക, സൂപ്പർവിഷൻ അല്ലേ, പറഞ്ഞ് ചെയ്യിപ്പിക്കുക. നമ്മളൊരു എന്താ പറയുക, ഒരു കൺസ്ട്രക്ഷൻ ബിൽഡിംഗ്, ഒരു ബിൽഡിങ്ങിന് കൺസ്ട്രക്ഷൻ നടത്തുന്ന ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ സൂപ്പർവൈസർ ഉണ്ടാവും. സൂപ്പർവൈസറാണ് എല്ലാം പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ട് ഈ ഒരു മേൽനോട്ടം വഹിക്കുക അല്ലേ. അപ്പോൾ ഇതാണ് ബോർഡിൻ്റെ ഡ്യൂട്ടി. അതായത് എല്ലാം പറഞ്ഞ് ചെയ്യിപ്പിക്കുക, ആ ഒരു ടോൺ ക്രിയേറ്റ് ചെയ്യുക ടോപ്പിൽ നിന്ന് തന്നെ. ദെൻ സ്ട്രക്ചർ ആൻഡ് അതോറിറ്റി, ക്ലിയർ റിപ്പോർട്ടിംഗ് ലൈൻ ആൻഡ് ഡെലിഗേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. അതായത് ആരെ റിപ്പോർട്ട് ചെയ്യണം, എന്താണ് ഇവരുടെ ഉത്തരവാദിത്തം എന്ന് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലേ. ഇപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സൊക്കെ ഉണ്ടാവും. ഫൈനാൻഷ്യൽ മാനേജർ, അതുപോലെ തന്നെ സെയിൽസ് മാനേജർ, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മാനേജർ.
ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ട ആരുടെ അടുത്തായിരിക്കും? സിഇഒയുടെ അടുത്തായിരിക്കും. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, സിഇഒയുടെ അടുത്തായിരിക്കും ഈ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സൊക്കെ റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സിഇഒ ആരുടെ അടുത്തായിരിക്കും റിപ്പോർട്ട് ചെയ്യുക? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് അല്ലേ. അപ്പോൾ ഈ റിപ്പോർട്ടിംഗ് ലൈൻസും എന്താണ് ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി എന്നും കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതാണ് സ്ട്രക്ചർ ആൻഡ് അതോറിറ്റി. ദെൻ കോമ്പിറ്റൻസ്, ഹയർ, ട്രെയിൻ ആൻഡ് റീറ്റെയിൻ ക്വാളിഫൈഡ് പീപ്പിൾ. ഇത്രേ ഉള്ളൂ. നമ്മളൊരു എംപ്ലോയിനെ ഹയർ ചെയ്യുമ്പോഴേക്കും അയാൾ ക്വാളിഫൈഡ് പീപ്പിൾ ആയിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കണം അല്ലേ. ഇപ്പോൾ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസി നമ്മുടെ കമ്പനിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റിക്വയർമെൻ്റ് എന്ന് പറയുക CMA പാസ്സായിരിക്കണം, 2 year വർക്ക് എക്സ്പീരിയൻസ് വേണം എന്നുള്ളതായിരിക്കണം. അപ്പോൾ ഈ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്ന ഈ സ്കിൽസ് ഉള്ള എംപ്ലോയീസിനെ ഹയർ ചെയ്തിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. അതല്ല നമ്മുടെ പേഴ്സണൽ ബന്ധത്തിൻ്റെ പുറത്ത് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ബന്ധുക്കളെ ആരെങ്കിലും പിടിച്ച് ഹയർ ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അതായത് കൃത്യമായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള പീപ്പിളിനെ അതായത് ജോലിയിലേക്ക് ഹയർ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക. എന്താ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഫിനാൻസ് സ്റ്റാഫ് റിസീവ് റെഗുലർ ട്രെയിനിങ് ഇൻ അക്കൗണ്ടിങ് അപ്ഡേറ്റ്സ് അല്ലേ. നമ്മുടെ അക്കൗണ്ടിങ്ങിൽ ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ടാവും. ഇതിനെയൊക്കെ കുറിച്ച് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൃത്യമായിട്ടുള്ള ഇൻ്റർവെൽസിൽ ആർക്ക് കൊടുക്കണം? ഫിനാൻസിങ് സ്റ്റാഫിന് കൊടുക്കണം അല്ലേ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. ദെൻ അക്കൗണ്ടബിലിറ്റി, എവരി വൺ ഈസ് ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ റിസൾട്ട് ആൻഡ് എത്തിക്കൽ കണ്ടക്ട്. ഒരു കമ്പനിയിൽ എത്തിക്കലായിട്ട് പെരുമാറുക എന്നുള്ളതിന് എല്ലാവരും അതിന് റെസ്പോൺസിബിളാണ്. ഒരു കമ്പനിയിലെ എല്ലാവരും അതിന് റെസ്പോൺസിബിളാണ്. എല്ലാവരും എത്തിക്കലായിട്ട് പെരുമാറേണ്ടവരാണ്. അതല്ലാതെ ലോവർ ലെവൽ എംപ്ലോയീസോ മിഡിൽ ലെവൽ എംപ്ലോയീസോ അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റോ ഇങ്ങനെയല്ല. എല്ലാവരും എത്തിക്കലായിട്ടൊരു കമ്പനിയിൽ പെരുമാറണമെന്ന് അവർ തന്നെ അവർക്ക് റെസ്പോൺസിബിളാണ്. ദെൻ എക്സാമ്പിൾ, വയലേഷൻ ലീഡ് ടു കൺസിസ്റ്റൻറ്റ് ഡിസിപ്ലിനറി ആക്ഷൻ. അതായത് തെറ്റിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഡിസിപ്ലിനറി ആക്ഷൻസ് ഉണ്ടാകും. ഇതൊരു എക്സാമ്പിളാണ്. ദെൻ രണ്ടാമത്തെ കോമ്പോണൻറ്റ് റിസ്ക് അസസ്മെൻറ്റ്. നമ്മൾ ആദ്യത്തെ കോമ്പോണൻറ്റ് എന്തായിരുന്നു? കൺട്രോൾ എൻവയോൺമെൻറ്റ്. ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഒരു കമ്പനിയിൽ എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ എത്തിക്കലായിട്ട് പെരുമാറണം, ആരെന്തൊക്കെ ജോലി ചെയ്യണം, ആരെന്തൊക്കെ ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു സ്ട്രക്ചർ, ആ ഒരു ഫൗണ്ടേഷൻ, ഇന്ത്യയിൽ കണ്ടുകൊണ്ട് ആ ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യുക. ദെൻ അടുത്തത് റിസ്ക് അസസ്മെൻറ്റ്. ഓഫ് കോഴ്സ് നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ എന്തായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റീവ്സ്? റിപ്പോർട്ടിങ്ങും ഓപ്പറേഷനും കംപ്ലയിൻസും ആയിരുന്നല്ലേ. ഈ 3 കാര്യങ്ങൾ എഫക്റ്റീവ്ലി നടക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റീവിന് എന്തായാലും റിസ്ക് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ നിങ്ങൾക്കൊരു ഗോളുണ്ട്, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ അതിലേക്ക് എത്താൻ വേണ്ടി എന്തായാലും റിസ്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെയും റിസ്ക് ഉണ്ട്. ആ റിസ്ക്കുകളെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ അസസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കോമ്പോണൻറ്റ്. നോക്കാം. റിസ്ക് അസസ്മെൻറ്റ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈയിങ്, അനലൈസിങ് ആൻഡ് മാനേജിങ് പൊട്ടൻഷ്യൽ ഈവൻറ്റ്സ് ദാറ്റ് കുഡ് പ്രിവെൻറ്റ് ദ ഓർഗനൈസേഷൻ ഫ്രം മീറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ് അല്ലേ. അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഒരുപാട് റിസ്ക്കുകൾ ഉണ്ടാവും. അപ്പോൾ ഈ റിസ്ക്കുകളെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക, തിരിച്ചറിയുക, എന്നിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുക, എന്നിട്ട് ഇതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് റിസ്ക് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കോമ്പോണൻറ്റ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് അനാലിസിസ്. റിസ്ക് ഷുഡ് ബി ഐഡൻറ്റിഫൈഡ് അറ്റ് ഓൾ ഓർഗനൈസേഷൻ ലെവൽസ്, എൻട്രി ലെവൽ, പ്രോസസ് ലെവൽ ആൻഡ് ട്രാൻസാക്ഷൻ ലെവൽ അല്ലേ. അതായത് ഒരു ബിസിനസ്സിൻ്റെ എല്ലാ ലെവലും, ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ലെവലും, എൻട്രി ലെവലും പ്രോസസ് ലെവലും ട്രാൻസാക്ഷൻസ് ലെവലും എല്ലാ സ്ഥലത്തും റിസ്ക് ഐഡൻറ്റിഫൈ ആകണം അല്ലേ. എല്ലാ സ്ഥലത്തും എല്ലാ ലെവലിലും റിസ്ക് ഉണ്ടാവും, അതെല്ലാം ഐഡൻറ്റിഫൈ ആകണം. ദെൻ ഇൻക്ലൂഡ് റിസ്ക് ഫ്രം ഔട്ട്സോഴ്സ്ഡ് പ്രൊവൈഡേഴ്സ്, സപ്ലൈസ് ആൻഡ് ബിസിനസ് പാർട്ട്നേഴ്സ് അല്ലേ. അതായത് ഇവരിൽ നിന്നുള്ള റിസ്ക്കും ഇൻക്ലൂഡഡ് ആണ് ഇതിൽ. ആരിൽ നിന്നൊക്കെ? ഔട്ട്സോഴ്സ്ഡ് പ്രൊവൈഡേഴ്സ്, സപ്ലൈസ് ആൻഡ് ബിസിനസ് പാർട്ട്നേഴ്സ്. ദെൻ കൺസിഡറേഷൻ ഓഫ് ഫ്രോഡ് റിസ്ക്. ഒരു കമ്പനിയിൽ ഒരു ഫ്രോഡ് റിസ്ക് ഉണ്ടെങ്കിൽ അതിനെങ്ങനെ കൺസിഡർ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാനേജ്മെൻറ്റ് മസ്റ്റ് ഈവാലുവേറ്റ് ദ പൊട്ടൻഷ്യൽ ഫ്രോഡ് അറ്റ് ഓൾ ലെവൽസ് അല്ലേ. മാനേജ്മെൻറ്റ് ഈവാലുവേറ്റ് ചെയ്യണം, മാനേജ്മെൻറ്റ് വന്നിട്ട് മോണിറ്റർ ചെയ്യണം. ഈ ലെവലിൽ ഏതൊക്കെ റിസ്ക് നടക്കാൻ വേണ്ടി സാധ്യതയുണ്ട് അല്ലേ, അത് നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് കൃത്യമായിട്ട് ഈവാലുവേറ്റ് ചെയ്യണം എല്ലാ ലെവലിലും. ദെൻ ഫ്രോഡ് ഇൻക്ലൂഡ്സ് ഫിനാൻഷ്യൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്, അസറ്റ് തെഫ്റ്റ് ആൻഡ് കറപ്ഷൻ അല്ലേ. ഈ ഫ്രോഡ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഒരു കമ്പനിയിലെ ക്യാഷർ, ആ ക്യാഷർ തന്നെയാണ് ക്യാഷ് കളക്ട് ചെയ്തിട്ട് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അയാൾ ക്യാഷ് കുറച്ച് പോക്കറ്റിൽ വെക്കും. അപ്പോൾ അവിടെ ഫിനാൻഷ്യൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. നമ്മുടെ അക്കൗണ്ടിങ് ബുക്കും അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിൻ്റെ ബുക്കും തമ്മിൽ മാച്ച് ആവില്ല അല്ലേ. ബാങ്ക് ബാലൻസും നമ്മുടെ ക്യാഷ് ബാലൻസും തമ്മിൽ മാച്ച് ആവില്ല. അപ്പോൾ അതൊരു ഫിനാൻഷ്യൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അല്ലേ, അതൊരു ഫ്രോഡാണ്. ദെൻ അസറ്റ് തെഫ്റ്റ്, നമ്മുടെ കമ്പനിയിലെ അസറ്റൊക്കെ അടിച്ചുകൊണ്ട് പോവുക, കട്ടുകൊണ്ട് പോവുക. അതുപോലെ തന്നെ കറപ്ഷൻസ് ഒക്കെ നടത്തുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഫ്രോഡ്സ് ആണ്. ദെൻ മസ്റ്റ് കൺസിഡർ മാനേജ്മെൻറ്റ് ഓവർ റൈഡ് ഓഫ് കൺട്രോൾസ് ആൻഡ് എംപ്ലോയി കൊല്യൂഷൻ. രണ്ടും പുതിയ വേർഡാണല്ലേ, ഓവർ റൈഡും
കൊല്യൂഷനും. എന്താണ് ഓവർ റൈഡ്? മാനേജ്മെൻറ്റ് തന്നെ ഇൻറ്റേർണൽ കൺട്രോളിനെ ലൈക്ക് ആ ഒരു ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ആ ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ തെറ്റിച്ച് തന്നെ പെരുമാറുക. അവരതിനെ മുതലെടുക്കുക എന്നൊക്കെ പറയും അല്ലേ. അവരതിനെ മുതലെടുത്തിട്ട് അവർ തന്നെ അതൊക്കെ തെറ്റിക്കുക. അതാണ് ഓവർ റൈഡ്. അപ്പോൾ അത് കൺസിഡർ ചെയ്യണം. മാനേജ്മെൻറ്റ് തന്നെ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ കാര്യങ്ങളെല്ലാം തെറ്റിക്കുന്നു, അതിനെ മുതലെടുക്കുന്നു, അതിനെ സ്വാധീനിച്ചുകൊണ്ട് അതിനെ മുതലെടുക്കുന്നു. അതാണ് ഓവർ റൈഡ്. ദെൻ കൊല്യൂഷൻ, അതായത് എംപ്ലോയീസ് കൊല്യൂഷൻ എന്ന് പറയുമ്പോഴേക്കും 2-3 എംപ്ലോയിയൊക്കെ കൂട്ടത്തോടെ അവരൊരു ഗ്യാങ് ആയിട്ട് ഫോം ചെയ്തിട്ട് ഫ്രോഡ് കണ്ടക്ട് ചെയ്യുന്നു. അതാണ് എംപ്ലോയി കൊല്യൂഷൻ. ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഞാൻ ഉദ്ദേശിച്ചത് ഒരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഒരു കൊളീഗ്സ് തമ്മിലൊരു 3 പേർ ഒരു ഗ്യാങ് ഒക്കെ ഫോം ചെയ്തിട്ട് നിങ്ങൾ ഒരുമിച്ചൊരു പ്ലാൻ ചെയ്തിട്ട് ഒരു ഫ്രോഡൊക്കെ കണ്ടക്ട് ചെയ്യുന്നതാണ് എംപ്ലോയി കൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ 2 വേർഡ്. ഓവർ റൈഡ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ തന്നെ ആ ഒരു അതിർവരമ്പ് കട്ട് ചെയ്യുക, ആ ഒരു റെസ്ട്രിക്ഷൻസ് നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്യുക അല്ലേ. അതാണ് ഓവർ റൈഡ്. പിന്നെ എംപ്ലോയി കൊല്യൂഷൻ. ഈ ഓവർ റൈഡ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയാം. മാനേജ്മെൻറ്റിന് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് മാനേജ്മെൻറ്റിനെ ഇത് ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, എംപ്ലോയി കൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ആ ഒരു കമ്പനിയിലെ 2-3 എംപ്ലോയീസൊക്കെ കൂടി ഒരു ഗ്യാങ് ഫോം ചെയ്തിട്ട് അവർ പ്ലാൻ ചെയ്തിട്ട് ഒരു ഫ്രോഡൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിനാണ് എംപ്ലോയി കൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓവർ റൈഡും എംപ്ലോയി കൊല്യൂഷനും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കൺസിഡർ ചെയ്യുക. ദെൻ എക്സ്റ്റേണൽ ത്രെഡ്സ് അല്ലേ, അതായത് പുറത്തുനിന്നുള്ള ആക്രമണങ്ങൾ, ഹാക്കിംഗ് ഒക്കെ പോലെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുക. ദെൻ വെൻ ഫ്രോഡ് ഈസ് ഡിറ്റക്റ്റഡ് കൺട്രോൾ ആൻഡ് റിസ്ക് പ്രോസസ് ഷുഡ് ബി റിവ്യൂഡ് ആൻഡ് സ്ട്രെങ്തൻഡ് അല്ലേ. അതായത് ഒരു ഫ്രോഡ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഏതൊക്കെ രീതിയിലുള്ള കൺട്രോൾ ആക്ടിവിറ്റീസും റിസ്ക് പ്രോസസ്സൊക്കെ വേണമെന്ന് നമ്മൾ റിവ്യൂ ചെയ്യുക. ദെൻ ഐഡൻറ്റിഫൈങ് അസസിങ് ചേഞ്ചസ് അല്ലേ. ഐഡൻറ്റിഫൈങ് ആൻഡ് അസസിങ് ചേഞ്ച്. എന്ത് ചേഞ്ച്? ഓർഗനൈസേഷൻ മസ്റ്റ് മോണിറ്റർ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ചേഞ്ചസ് ദാറ്റ് എഫക്ട് ഇൻറ്റേർണൽ കൺട്രോൾ അല്ലേ. അതായത് നമ്മുടെ കമ്പനിക്ക് പുറത്തും അകത്തുമൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെ ഇൻറ്റേർണൽ കൺട്രോളിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് നമ്മൾ നോക്കുക അല്ലേ. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അസസ് ചെയ്യുക. എന്തൊക്കെയാണ് എക്സ്റ്റേണൽ ഉണ്ടാകുന്ന ചേഞ്ചസ്? എക്കണോമിക് ഷിഫ്റ്റ്സ്, ന്യൂ ലോസ്, നാച്ചുറൽ ഈവൻറ്റ്സ് അല്ലേ. അതായത് നമ്മുടെ എക്കണോമി ഷിഫ്റ്റ് ആവുക, പുതിയ കോർപ്പറേറ്റ് ലോസും ബിസിനസ് ലോസൊക്കെ വരിക, അതുപോലെ തന്നെ നാച്ചുറൽ ഈവൻറ്റ്സ് ഒക്കെ സംഭവിക്കുക. ഇതൊക്കെ നമ്മുടെ ബിസിനസ്സിൻ്റെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ കൺട്രോളിനെ അഫക്റ്റ് ചെയ്യും അല്ലേ. അതായത് ലോ മാറുന്നു, അതുപോലെ തന്നെ എക്കണോമിക് ഷിഫ്റ്റ് ഉണ്ടാകുന്നു, നാച്ചുറൽ ഈവൻറ്റ്സ് സംഭവിക്കുന്നു. ഇതൊക്കെ നമ്മുടെ കമ്പനിക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. എക്സ്റ്റേണൽ ഈവൻറ്റ്സ് ആണ്, എക്സ്റ്റേണൽ ചേഞ്ചസ് ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇൻറ്റേർണൽ കൺട്രോളിനെ അഫക്റ്റ് ചെയ്യും. ദെൻ ഇൻറ്റേർണൽ ചേഞ്ചസ്, നമ്മുടെ കമ്പനിയുടെ ഉള്ളിൽ നടക്കുന്നത്. മെർജേഴ്സ്, നമ്മുടെ കമ്പനി മെർജ് ചെയ്യുന്നു. ന്യൂ സിസ്റ്റംസ്, പുതിയ സിസ്റ്റം കൊണ്ടുവരുന്നു. ലീഡർഷിപ്പ് ഷിഫ്റ്റ് അല്ലെ, അതായത് ഒരാളിൽ നിന്നും വേറൊരാളിലേക്ക് ലീഡർഷിപ്പ് കൈമാറുന്നു. പിന്നെ റാപ്പിഡ് ഗ്രോത്ത് അല്ലെ, ഗ്രോത്തിനെ കുറിച്ച്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കമ്പനിയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തായിരുന്നു? എക്കണോമിക് ഷിഫ്റ്റും അതുപോലെ തന്നെ കമ്പനി ലോ മാറുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഉള്ളിൽ നടക്കുന്ന കാര്യം എന്തായിരുന്നു? നമ്മുടെ കമ്പനി മെർജ് ചെയ്യുന്നു, പുതിയ സിസ്റ്റം കൊണ്ടുവരുന്നു, ലീഡർഷിപ്പ് മാറുന്നു. അപ്പോൾ ഇതൊക്കെ കമ്പനിയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ എക്സ്റ്റേണൽ ചേഞ്ചസും ഇൻറ്റേർണൽ ചേഞ്ചസും കൊണ്ട് നമ്മുടെ ഇൻറ്റേർണൽ കൺട്രോളിനുണ്ടാകാവുന്ന അതിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അസസ് ചെയ്യണം. ദെൻ ഈച്ച് ചേഞ്ച് മേ ഇൻട്രൊഡ്യൂസ് ന്യൂ റിസ്ക് ദാറ്റ് റിക്വയർ കൺട്രോൾ അപ്ഡേറ്റ്സ് അല്ലേ. അതായത് ഓരോ ചേഞ്ചും പുതിയൊരു റിസ്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ചിലപ്പോൾ ഒരു ലോ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു റിസ്ക് ആയിട്ട് മാറും. അപ്പോൾ ഓരോ ചേഞ്ചും ഒരു പുതിയ റിസ്കിനോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ തേർഡ് കോമ്പോണൻറ്റ് എന്താണ്? തേർഡ് കോമ്പോണൻറ്റ് കൺട്രോൾ ആക്ടിവിറ്റീസ്. തേർഡ് കോമ്പോണൻറ്റ്. നമ്മുടെ ഫസ്റ്റ് കോമ്പോണൻറ്റ് എന്തായിരുന്നു? കൺട്രോൾ എൻവയോൺമെൻറ്റ്. അതായത് നമ്മൾ കമ്പനിയിൽ സ്ട്രക്ചർ കൊണ്ടുവന്നു അല്ലെ. ഒരു ഇന്നർ കൺട്രോളിന് ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തു, ഒരു ഫൗണ്ടേഷൻ നമ്മൾ ഉണ്ടാക്കി. എന്തായിരുന്നു സ്ട്രക്ചർ? ഒരു കമ്പനിയിൽ ആര് എങ്ങനെ പെരുമാറണം, അതുപോലെ തന്നെ ആരെ റിപ്പോർട്ട് ചെയ്യണം, എന്താണ് ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു അല്ലെ. ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. അതായിരുന്നു കൺട്രോൾ എൻവയോൺമെൻറ്റ്, ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഫൗണ്ടേഷൻ. ദെൻ റിസ്ക് മാനേജ്മെൻറ്റ്. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ എന്തായാലും റിസ്ക് ഉണ്ടാവും. അപ്പോൾ ആ റിസ്കിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അസസ് ചെയ്യുക അല്ലെ, അതിനെക്കുറിച്ച് പഠിക്കുക. അപ്പോൾ നമ്മൾ റിസ്കിനെ കുറിച്ച് പഠിച്ചു, അതിനെ മനസ്സിലാക്കി, എന്നിട്ട് നമ്മൾ മാറി നിന്നാൽ മതിയോ കൈയും കെട്ടി? അല്ല, നമ്മൾ ഇതിനു വേണ്ടിയുള്ള കൺട്രോൾ ആക്ടിവിറ്റീസ് കൊണ്ടുവരണം. നമുക്ക് ഈ റിസ്കിനെ മിറ്റിഗേറ്റ് ചെയ്യണ്ടേ, മാനേജ് ചെയ്യണ്ടേ അല്ലേ. അപ്പോൾ കൺട്രോൾ ആക്ടിവിറ്റീസാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. മൂന്നാമത്തെ കോമ്പോണൻ്റ് ആയിട്ട് എന്താണെന്ന് നോക്കാം. Control activities are actions, policies and procedures that help ensure management's instructions are carried out and risk are managed effectively. അതായത് നമ്മൾ റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്തു, അതിനെക്കുറിച്ച് പഠിച്ചു അല്ലെ, അതിനെക്കുറിച്ചൊരു അസസ്മെൻറ്റ് നടത്തി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിനെ കൺട്രോൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ആക്ടിവിറ്റീസാണ് കൺട്രോൾ ആക്ടിവിറ്റീസ്. അത് നമുക്ക് രണ്ടെണ്ണം ഉണ്ട്, പ്രിവെൻറ്റീവ് കൺട്രോളും ഡിറ്റക്റ്റീവ് കൺട്രോളും.
പ്രിവെൻറ്റീവ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരു കാര്യം നടക്കുന്നതിന് മുമ്പ് തന്നെ, ഒരു പ്രോബ്ലം നടക്കുന്നതിന് മുമ്പ് തന്നെ അത് മനസ്സിലാക്കിയിട്ട് അതിന് മുമ്പ് തന്നെ അത് സോൾവ് ചെയ്യുക. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു അല്ലേ, ഒരു കമ്പനിയിലെ രാഹുൽ എന്ന് പറഞ്ഞ ക്യാഷ്യറിനെ കുറിച്ച്. രാഹുൽ എന്തായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? ക്യാഷ് കളക്ട് ചെയ്യുന്നതും ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതും രാഹുലായിരുന്നു. അപ്പോൾ അത് കാരണം ആൾക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ക്യാഷ് അടിച്ചു മാറ്റാം അല്ലേ. കാരണം കളക്ട് ചെയ്ത ക്യാഷ് കുറച്ച് അടിച്ചു മാറ്റിയത് ബാക്കി കൊണ്ടുവന്ന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റ് നോക്കുമ്പോഴേക്കും ഓക്കെ ഇവിടെ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്, ഈ രണ്ട് ജോലിയും ഒരാളെ തന്നെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് ജോലിയുടെയും റെസ്പോൺസിബിലിറ്റി ഒരാൾക്ക് തന്നെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്രോഡ് നടക്കാം, ആൾ ക്യാഷ് അടിച്ചു മാറ്റാം. അപ്പോൾ ഇങ്ങനൊരു കാര്യം അത് നടക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കി ഇത് വേണ്ട, രണ്ടുപേരിലേക്ക് ഇത് ഡിവൈഡ് ചെയ്യാം. ക്യാഷ് ഒരാൾ കളക്ട് ചെയ്യട്ടെ, വേറൊരാളുകൊണ്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യട്ടെ. അപ്പോൾ ജോലി അവിടെ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി വന്നല്ലേ, ജോലി നമ്മൾ ഡിവൈഡ് ചെയ്തു. ആ ഒരു ജോബിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. രാഹുൽ ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി ഇരുന്ന ജോലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഒരാളെ ക്യാഷ് കളക്ട് ചെയ്യാനും വേറൊരാളെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും ഏൽപ്പിച്ചു. അപ്പോൾ അവിടെ ഇനി അങ്ങനെ ഒരു പ്രോബ്ലം നടക്കില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഓക്കെ ഇങ്ങനൊരു കാര്യം നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്തു. ഇതിനെയാണ് പ്രിവെൻറ്റീവ് കൺട്രോൾ എന്ന് പറയുന്നത്. ഒരു പ്രോബ്ലം നടക്കുന്നതിന് മുമ്പ് തന്നെ അത് മനസ്സിലാക്കിയിട്ട് അതിനെ കൺട്രോൾ ചെയ്യുക. ദെൻ ഡിക്റ്റേറ്റീവ് കൺട്രോൾ, അതായത് നടന്ന പ്രോബ്ലത്തിനെ കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ രാഹുൽ ഇങ്ങനെ ഒരു ഫ്രോഡ് നടത്തിയെന്ന് മാനേജ്മെൻറ്റ് എപ്പോഴാണ് കണ്ടുപിടിച്ചത്? ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 1 മന്ത് ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു റെക്കൺസിലിയേഷൻ നടത്തിയപ്പോഴേക്കും. പക്ഷേ ഡെയിലി റെക്കൺസിൽ ചെയ്യുക, അതായത് ഡെയിലി നമ്മുടെ ക്യാഷ് ബുക്കും ബാങ്ക് ബുക്കും ഒക്കെ തമ്മിൽ നമ്മൾ നോക്കുക. ഓക്കെ മിസ്മാച്ച് ഉണ്ട്, അപ്പോൾ റെക്കൺസിലേഷൻ വഴി നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റി ഓക്കെ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന്. അപ്പോൾ നമുക്കൊരു കൺട്രോൾ ആക്ടിവിറ്റി കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രിവെൻറ്റീവ് കൺട്രോൾ എന്തായിരുന്നു? ഒരു കാര്യം, ഒരു പ്രോബ്ലം നടക്കുന്നതിന് മുമ്പ് തന്നെ അത് മനസ്സിലാക്കിയിട്ട് അതിനെ സോൾവ് ചെയ്യുക അല്ലേ, അതിന് വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക. എന്തായിരുന്നു? നമ്മൾ ആ ഡ്യൂട്ടി 2 പേരിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ദെൻ ഡിക്റ്റേറ്റീവ് കൺട്രോൾ എന്താണ്? അത് നടന്നു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, അല്ല അതിനെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ അതിനൊരു ഉദാഹരണമാണ്, ഇപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം നടന്നെന്ന് വിചാരിച്ചോ, ഇപ്പോൾ നമ്മൾ ജോബ് റൊട്ടേഷൻ നടത്തിയില്ല, അതായത് 2 പേരിലേക്ക് നമ്മൾ ഡ്യൂട്ടി, സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി, 2 പേരിലേക്ക് നമ്മൾ ആ ജോബ് ഡിവൈഡ് ചെയ്ത് കൊടുത്തില്ല. ഓക്കെ, അപ്പോൾ ആൾ ഫ്രോഡ് നടത്തി. അപ്പോൾ നമ്മൾ ഡെയിലി വന്നിട്ട് റിക്കൺസിൽ ചെയ്തപ്പോഴേക്കും നമ്മളവിടെ ഡിറ്റക്റ്റ് ചെയ്തു ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെന്ന്, ഡിറ്റക്റ്റ് ചെയ്തു. അപ്പോൾ ആ പ്രോബ്ലം നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒരു പ്രോബ്ലം നടന്നു കഴിഞ്ഞിട്ട് മനസ്സിലാകുന്നതാണ് ഡിക്റ്റേറ്റീവ് കൺട്രോൾ എന്നും, മറ്റേതെന്താണ്? പ്രിവെൻറ്റീവ് കൺട്രോൾ അല്ലേ. അതായത് ഓക്കെ ഇത് നടന്നു കഴിഞ്ഞ പ്രോബ്ലമാണ്, ഇതിന് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കി ഇതിന് ഇപ്പോൾ വേണ്ട കൺട്രോൾ മെഷേഴ്സൊക്കെ എടുക്കുന്നു. അതാണ് എന്ത്? ഡിക്റ്റേറ്റീവ് കൺട്രോൾ. പ്രിവെൻറ്റീവ് കൺട്രോൾ എന്തായിരുന്നു? ഇത് നടക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനൊരു പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്, അപ്പോൾ നമുക്ക് ജോബ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അതാണ് പ്രിവെൻറ്റീവ് കൺട്രോൾ. ഓക്കെ, ഇനി നമുക്ക് പ്രിവെൻറ്റീവ് കൺട്രോൾസിൻ്റെയും ഡിക്റ്റേറ്റീവ് കൺട്രോൾസിൻ്റെയും അണ്ടറിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്. സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ്, ഞാൻ ഫസ്റ്റ് പറഞ്ഞ ടൈം സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ്, ജോലിനെ വിഭജിച്ച് ഡിവൈഡ് ചെയ്ത് 2ആയിട്ട് കൊടുക്കുക അല്ലേ. ഇപ്പോൾ രാഹുൽ അവിടെ ക്യാഷ് കളക്ട് ചെയ്തതും ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തതും രാഹുലായിരുന്നു. അപ്പോൾ ഈ 2 ജോലിയും അയാൾ തന്നെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ഫ്രോഡ് നടക്കാൻ സാധ്യതയുണ്ട്, ആൾ ക്യാഷ് അടിച്ച് മാറ്റാം. അപ്പോൾ ഇത് മനസ്സിലാക്കി ഇയാൾ ഈ ജോലി ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 പേരിലേക്ക് കൊടുക്കുക അല്ലേ. ക്യാഷ് കളക്ട് ചെയ്യാൻ ഒരാളെ ഏൽപ്പിക്കുക, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേറൊരാളെ ഏൽപ്പിക്കുക. അതാണ് സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ്. ദെൻ ജോബ് റൊട്ടേഷൻ ആൻഡ് മാൻഡേറ്ററി വെക്കേഷൻസ് അല്ലെ, അതായത് ജോബ് റൊട്ടേറ്റ് ചെയ്യുക. ഇപ്പോൾ ക്യാഷ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ 1 മാസം കഴിയുമ്പോഴേക്കും അയാൾ വേറെ ജോബിലേക്ക് ഇട്ടിട്ട് ക്യാഷ് കളക്ട് ചെയ്യാൻ വേണ്ടി വേറൊരാളെ കൊണ്ടുവരിക, അങ്ങനെ ജോബ് റൊട്ടേഷൻസ് നടത്തുക. ദെൻ എംപ്ലോയി ട്രെയിനിങ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, അതായത് എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു എംപ്ലോയീസിനെ എടുക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെക്ക് ചെയ്യുക. ഓക്കെ ഇവർ ഇതിന് മുമ്പ് വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ എത്തിക്കലായിട്ടാണോ വർക്ക് ചെയ്യുന്നത്, ഫ്രോഡോ കാര്യങ്ങളോ എന്തെങ്കിലും കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ എന്നൊരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തുക. ഇതൊക്കെ ഒരു കാര്യം സംഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണല്ലേ, ഒരു പ്രോബ്ലം നടക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനാണ് ഇതിനെ പ്രിവെൻറ്റീവ് കൺട്രോൾ എന്ന് പ്രത്യേകിച്ച് പറയുന്നത്. ദെൻ ഓതറൈസേഷൻ ആൻഡ് അപ്രൂവൽ റിക്വയർമെൻറ്റ്സ്, ഇപ്പോൾ ഒരു എംപ്ലോയിക്ക് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ ആളുടെ മേലധികാരി ആരാണോ, ആൾക്ക് ആൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ആരാണോ, ആളുടെ ഇപ്പോൾ ഒരു ഓതറൈസേഷനോ അതല്ലെങ്കിൽ ഒരു റിക്വയർമെൻ്റൊക്കെ, ഒരു അപ്രൂവൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ വേണം അല്ലേ. അപ്പോൾ അതാണ് അടുത്തത്, ഓതറൈസേഷൻ ആൻഡ് അപ്രൂവൽ റിക്വയർമെൻറ്റ്സ്. അതായത് ഓതറൈസേഷൻ കിട്ടുക, നിനക്ക് ഈ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇന്നയാളുടെ ഓതറൈസേഷൻ വേണം. അപ്പോൾ ആൾ ഫ്രോഡ് നടത്താൻ വേണ്ടി അവിടെ സാധ്യതയില്ല അല്ലെ, ആൾക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, ഓതറൈസേഷൻ കിട്ടിയാലേ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഇതും പ്രിവെൻറ്റീവ് കൺട്രോളിൻ്റെ ഒരു പാർട്ടാണ്. ദെൻ ഫിസിക്കൽ സേഫ് ഗാർഡ്സ്, ഡ്യുവൽ കസ്റ്റഡി ഓഫ് ക്യാഷ്, അതായത് നമ്മുടെ ക്യാഷൊക്കെ 2 പേരിലേക്ക് ആക്കുക, മീൻസ് കസ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ് ഫിസിക്കൽ സേഫ് ഗാർഡ്സിലേക്ക് വരുന്നത്. ദെൻ നെക്സ്റ്റ് കൺട്രോൾ ഡിക്റ്റേറ്റീവ് കൺട്രോൾ, ഐഡൻറ്റിഫൈ എറേഴ്സ് ഓർ ഫ്രോഡ് ആഫ്റ്റർ ദേ ഒക്കർ ബട്ട് ബിഫോർ മേജർ ഇമ്പാക്റ്റ് അല്ലേ. അതായത് രാഹുൽ എന്ന് പറഞ്ഞ ഒരാൾ ക്യാഷ് കളക്ട് ചെയ്തു, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു, ഇതിനിടയ്ക്ക് ആൾ ക്യാഷ് അടിച്ചു മാറ്റി
അല്ലേ? ഇത് മാനേജ്മെൻറ്റ് അന്ന് എപ്പോഴായിരുന്നു റെക്കൺസിൽ ചെയ്തത്? ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇത് റെക്കൺസിൽ ചെയ്തത്. അപ്പോൾ ഒരാഴ്ചയായിട്ട് ഇയാൾ ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായി അല്ലേ? അതായത് ഡെയിലി ഒരു 1000 അല്ലെങ്കിൽ ഒരു 10,000 വെച്ച് ഇയാൾ അടിച്ചു മാറ്റുക. അങ്ങനെ ഒരു ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും 70,000 ഇയാൾ അടിച്ചു മാറ്റി കഴിഞ്ഞു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇവർ റെക്കൺസിൽ ചെയ്തത്. അങ്ങനെ ചെയ്യരുത്. അതായത് ഒരു പ്രോബ്ലം ഒരു പ്രോബ്ലം നടന്നിട്ടുണ്ടെങ്കിൽ അത് എത്രയും വേഗം കണ്ടുപിടിക്കുക അല്ലേ? അതായത് ഐഡൻറ്റിഫൈ എറേഴ്സ് ഓർ ഫ്രോഡ് ആഫ്റ്റർ ദേ ഒക്കർ ബട്ട് ബിഫോർ മേജർ ഇമ്പാക്റ്റ്. ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ ഉടനെ കണ്ടുപിടിക്കും. അതിനാണ് ഡിക്റ്ററ്റീവ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇത് ഒരു മേജർ ഇമ്പാക്റ്റിന് മുമ്പ് തന്നെ കണ്ടുപിടിക്കണം. പ്രിവെൻറ്റീവ് കൺട്രോൾ എന്തായിരുന്നു? ആ ഒരു കാര്യം നടക്കുന്നതിന് മുമ്പ് തന്നെ അതിന് വേണ്ടിയുള്ള പ്രിവെൻറ്റേഷൻ അല്ലെ, അതെങ്ങനെ നടക്കാതിരിക്കാം എന്നുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ എടുക്കുക. ഡിക്റ്ററ്റീവ് കൺട്രോൾ എന്താണ്? ഈ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ ഉടനെ ഈ ഒരു കാര്യം ഇപ്പോൾ ഇങ്ങനെ ഈ ഒരാൾ ഈ ഒരു ഫ്രോഡ് ചെയ്തിട്ടുണ്ട്, ക്യാഷ് കളക്ട് ചെയ്തു, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു, ഇതിനിടയ്ക്ക് ഇയാൾ ക്യാഷ് അടിച്ചു മാറ്റി. അപ്പോൾ ഇത് നടന്ന ഉടനെ തന്നെ കണ്ടുപിടിക്കുക. അതെന്താ നമ്മൾ ചെയ്യേണ്ടത്? ഡെയിലി റെക്കൺസിൽ ചെയ്യുക അല്ലേ? ഡെയിലി റെക്കൺസിലേഷനിലൂടെ നമുക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതല്ല 1 വീക്ക് കഴിഞ്ഞാൽ കണ്ടുപിടിക്കണമെങ്കിലോ വലിയ ഇമ്പാക്റ്റോടെ നടന്നു, ഇയാൾ 70,000 അടിച്ചു മാറ്റി. ഇതാകുമ്പോൾ 1 ഡേ ആണെങ്കിൽ 10,000 പോയിട്ടുള്ളൂ. അപ്പോൾ ഒരു മേജർ ഇമ്പാക്റ്റിന് മുമ്പ് തന്നെ കണ്ടുപിടിച്ച് അതിനുള്ള കൺട്രോൾ മെഷേഴ്സൊക്കെ കൊടുക്കുന്നതാണ് ഡിക്റ്ററ്റീവ് കൺട്രോൾ. ഒരു പ്രോബ്ലം നടന്നു കഴിഞ്ഞതിന് ശേഷം അത് കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ടിയുള്ള കൺട്രോൾസ്. പ്രിവെൻറ്റീവ് കൺട്രോൾ എന്തായിരുന്നു? നടക്കുന്നതിന് മുമ്പ് അല്ലെ, ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കി അത് നടക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എപ്പോഴും പ്രിവെൻറ്റീവ് കൺട്രോൾ തന്നെയാണ്. ദെൻ ഡിക്റ്ററ്റീവ് കൺട്രോളിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യം റിക്കൺസിലിയേഷൻസ്, അതായത് മാച്ച് ചെയ്യുക. നമ്മുടെ ബാങ്ക് ബുക്കും അതുപോലെ തന്നെ നമ്മുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ തമ്മിൽ, കമ്പനിയുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ തമ്മിൽ മാച്ച് ചെയ്തിട്ട് റെക്കൺസിൽ ചെയ്യുക. ദെൻ ഇൻറ്റേർണൽ ഓഡിറ്റ് ആൻഡ് സർപ്രൈസ് ചെക്സ് അല്ലേ, അതായത് ഇൻറ്റേർണൽ ഓഡിറ്റ് റെഗുലർ ഇൻ്റർവെൽസിൽ നടത്തുക. ഇന്നലെ ഓഡിറ്റൊക്കെ നടക്കുന്നതിലൂടെ നമുക്ക് ഇങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് നടത്തുക. ഒരു മേജർ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇൻറ്റേർണൽ കൺട്രോൾസും സർപ്രൈസ് ചെക്സ് ഒക്കെ നടത്തുക. ഇതെന്തിനാണ്? ഇത് ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മളിത് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഡിക്റ്ററ്റീവ് കൺട്രോൾ എന്നും പറയുന്നത്. ഇന്ത്യൻ ഓഡിറ്റൊക്കെ നടക്കുന്നതിൽ നമുക്ക് മനസ്സിലായി ഇവിടെ ഇങ്ങനെ ഒരു ഫ്രോഡ് ഉണ്ടെന്ന്. ആ ഫ്രോഡ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ, ആ ഫ്രോഡ് നടന്നു കഴിഞ്ഞു എന്നിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതൊരു മേജർ ഇമ്പാക്റ്റിന് മുമ്പ് തന്നെ കണ്ടുപിടിക്കാൻ നോക്കുക. ദെൻ വേരിയസ് അനാലിസിസ് ആൻഡ് റേഷ്യോ റിവ്യൂസ്, വേരിയൻസ് അനാലിസിസ് ഒക്കെ നടത്തുക. ദെൻ എക്സെപ്ഷൻ റിപ്പോർട്ട്സ് അല്ലേ, റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ പരിശോധിക്കുക. ദെൻ സൂപ്പർവൈസറി ആൻഡ് മാനേജ്മെൻറ്റ് റിവ്യൂ ഓഫ് വർക്ക്. ഈ പറയുന്ന പോലെ തന്നെ ആ ഒരു റിവ്യൂവും കാര്യങ്ങളിലൊക്കെ വർക്കിലും കാര്യങ്ങളൊക്കെ ആ റിവ്യൂവും കാര്യങ്ങളിലൊക്കെ കൊണ്ടുവരിക. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു പ്രോബ്ലം നടന്നതിന് ശേഷം നടന്നോ എന്ന് നമ്മൾ നോക്കുന്നതാണല്ലേ. അപ്പോൾ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കൺട്രോൾ. ഡിക്റ്ററ്റീവ് എന്ന് പറയുമ്പോഴേക്കും ആ ഒരു പ്രോബ്ലം നടന്നു കഴിഞ്ഞതിന് ശേഷം അത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുക, ഒരു മേജർ ഇമ്പാക്റ്റിന് മുമ്പ് തന്നെ. എന്നിട്ട് അതിന് വേണ്ടിയുള്ള കൺട്രോൾ മെഷേഴ്സൊക്കെ കൊടുക്കുക. ദെൻ ടെക്നോളജി കൺട്രോൾ ആക്ടിവിറ്റീസ്. നമ്മളിപ്പോൾ നമ്മുടെ കമ്പനിയിലൊക്കെ എല്ലാം ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ നടക്കുക. അപ്പോൾ ഈ ടെക്നോളജിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. സിസ്റ്റം കൺട്രോൾ എന്ന് പറയുന്ന നമ്മുടെ അടുത്ത പാർട്ടിലായിരിക്കും അല്ലേ. നമ്മുടെ 3 പാർട്ടായിരുന്നു. ഫസ്റ്റ് കോർപ്പറേറ്റ് ഗവർണൻസ്, ദെൻ ഇൻറ്റേർണൽ കൺട്രോൾ, ദെൻ സിസ്റ്റം കൺട്രോൾ. അപ്പോൾ സിസ്റ്റം കൺട്രോളിലായിരിക്കും നമ്മൾ നമ്മുടെ ടെക്നോളജിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം അല്ലേ. കാരണം ടെക്നോളജി ഉപയോഗിച്ചായിരിക്കും ഇപ്പോൾ നമ്മുടെ എല്ലാ ബിസിനസ്സും, ഇന്നത്തെ കാലത്ത് എല്ലാ ബിസിനസ്സും ടെക്നോളജി ഇംപ്ലിമെൻറ്റഡ് ആണ്. ടെക്നോളജിയുടെ ഇമ്പോർട്ടൻസ് അത്രയും ഹൈ ആണ്. അപ്പോൾ ഈ ടെക്നോളജിനെ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഹാർഡ്വെയർസിനും സോഫ്റ്റ്വെയർസിനൊക്കെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക സിസ്റ്റം കൺട്രോളിലായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ദെൻ നമ്മുടെ 4th കോമ്പോണൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ 4ാമത്തെ കോമ്പോണൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കമ്പനിയിലെ എല്ലാ ഇൻഫർമേഷൻസും കൃത്യമായിട്ട് ടൈംലി അത് ഫെയർലിയും ഒബ്ജക്റ്റീവ്ലിയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലേ. നമ്മൾ പറയാറുണ്ട് പറയേണ്ടവരോട് കൃത്യസമയത്ത് പറയേണ്ട കാര്യങ്ങൾ പറയണമെന്ന് പറയാറുണ്ടല്ലേ. അത് തന്നെ നമ്മൾ കൃത്യമായിട്ട് റെഗുലർ ഇൻ്റർവെൽസിൽ കമ്മ്യൂണിക്കേഷൻസ് നടക്കണം അല്ലെ. ഇൻഫർമേഷൻസ് ഫെയർലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എങ്ങനെയൊക്കെ നോക്കാം. ഒബ്റ്റെയിനിങ് ആൻഡ് യൂസിങ് റെലവൻറ്റ് ഇൻഫർമേഷൻ, അതായത് ഓർഗനൈസേഷൻസ് മസ്റ്റ് ഗ്യാദർ ക്വാളിറ്റി ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ബോത്ത് ഇൻറ്റേർണൽ റിപ്പോർട്ട്സ്, മീറ്റിംഗ് മിനിറ്റ്സ് ആൻഡ് വിസിൽ ബ്ലോവർ ഹോട്ട്ലൈൻ. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കമ്പനിയിലെ അകത്തുള്ള എല്ലാ ഇൻഫർമേഷൻസും, അതായത് ഇപ്പോൾ ഫിനാൻഷ്യൽ ആണെങ്കിലും നോൺ ഫിനാൻഷ്യൽ ആണെങ്കിലും കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ. ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻസ്, കമ്പനിയുടെ അകത്തുള്ള കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെയാണെന്ന്. ക്ലിയർ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഓർഗനൈസേഷൻ എൻഷുർ ദാറ്റ് ഓൾ എംപ്ലോയീസ് അണ്ടർസ്റ്റാൻഡ് ദെയർ control responsibility. Management should set a strong tone and provide timely, accurate information through reports, policies and discussions. Actions by leaders often communicate more strong and words than words. അല്ലേ,
കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. അതായത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കാര്യങ്ങൾ, എന്നാലേ നമ്മുടെ എംപ്ലോയീസിന് എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റി, എന്താണ് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, അവരെന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അവർക്ക് പാസ് ചെയ്യുക, അല്ലേ? അത് കൃത്യമായിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് എൻഷ്യൂർ ചെയ്യുക, ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കമ്പനിയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ്സ് കൃത്യമായിട്ട് റിപ്പോർട്ട്സും പോളിസീസും പ്രൊസീജിയേഴ്സൊക്കെ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്റേണൽ ഇൻഫർമേഷൻസ് അകത്ത് വരുന്നത്, നമ്മുടെ കമ്പനിയുടെ ഉള്ളിൽ നടക്കുന്ന ഇൻഫർമേഷൻസ്, അല്ലേ? അതായത് എംപ്ലോയീസിന് കൃത്യമായിട്ടുള്ള ധാരണ വേണം, അവർക്ക് റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ മാനേജേഴ്സ് ഷുഡ് സെറ്റ് എ സ്ട്രോങ് ടോൺ ആൻഡ് പ്രൊവൈഡ് ടൈംലി ആക്യുറേറ്റ് ഇൻഫർമേഷൻ ത്രൂ റിപ്പോർട്ട്സ്, പോളിസീസ് ആൻഡ് ഡിസ്കഷൻസ്, അല്ലേ? മാനേജ്മെൻറ്റ് ഒരു സ്ട്രോങ് ടോൺ സെറ്റ് ചെയ്യണം, എന്നിട്ട് ഇത് ടൈംലി മാനറിൽ എന്ത് ചെയ്യണം, ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് റിപ്പോർട്ട്സിലൂടെയും പോളിസീസിലൂടെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആയിരിക്കണം. ദെൻ എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ. Organization must communicate effectively with external parties such as shareholders, regular customers and suppliers. This includes sharing information about company's operation and receiving feedback through reports, customer complaints, audit or whistleblower hotline. Communication channel may include press releases, website and social media or email. ഒരുപാട് കാര്യങ്ങളൊക്കെ വായിച്ചു, പക്ഷേ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. എക്സ്റ്റേണൽ പാർട്ടീസിലേക്കും കമ്മ്യൂണിക്കേഷൻസ് കൃത്യമായിട്ട് എത്തിക്കുക. അതായത് ഷെയർ ഹോൾഡേഴ്സിലേക്കും, കമ്പനിയുടെ പുറത്ത് നിൽക്കുന്നവർ ഷെയർ ഹോൾഡേഴ്സിലേക്കും, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിലേക്കും സപ്ലയേഴ്സിലൊക്കെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻസ് എന്താണോ ഉള്ളിൽ നടക്കുന്നത് അത് ട്രാൻസ്പെറൻ്റായിട്ട് കൃത്യമായിട്ട് ഫെയർലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി ആ ആളുകളിലേക്ക് എത്തിക്കുക. അതാണ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ. കമ്പനിക്ക് പുറത്തും കമ്മ്യൂണിക്കേഷൻസ് സ്ട്രോങ് ആവുക. ഓക്കെ, അപ്പോൾ എന്താണ് നാലാമത്തെ കോമ്പോണൻറ്റ്? നമ്മുടെ ഇൻഫർമേഷൻസ് ഫെയർലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലേ? ഉള്ളിലും കമ്പനിക്ക് പുറത്തും കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നടക്കുക എന്നുള്ളതാണ് നാലാമത്തെ കോമ്പോണൻറ്റ്. ഓക്കെ, ദെൻ നമ്മുടെ ലാസ്റ്റ് കോമ്പോണൻറ്റ്, നമ്മുടെ കോസോ പറയുന്ന ലാസ്റ്റ് കോമ്പോണൻ്റ് ആണെന്ത്? മോണിറ്ററിങ് ആക്ടിവിറ്റീസ്, ഫിഫ്ത്ത് കോമ്പോണൻറ്റ്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് കൈയും കെട്ടി മാറി നിന്നാൽ മതിയോ? നമ്മളിതിനെ മോണിറ്റർ ചെയ്യണ്ടേ? നമ്മൾ സ്ട്രക്ചർ ചെയ്തതുപോലെ നമ്മൾ റിസ്ക് അസസ് ചെയ്യുന്നുണ്ട്, റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, കൺട്രോൾ ആക്ടിവിറ്റീസൊക്കെ ഇംപ്ലിമെൻറ്റഡ് ആണ്, അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് ഫെയർലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യണ്ടേ? ഇതെല്ലാം നമ്മളൊന്ന് പരിശോധിക്കണ്ടേ? വേണം, അല്ലേ? ഇതിലൊക്കെ ഒരു കൺട്രോൾ കൊണ്ടുവരണം, ഇതൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ അതാണ് മോണിറ്ററിങ് ആക്ടിവിറ്റീസ്, നമ്മുടെ ഫിഫ്ത്ത് കോമ്പോണൻറ്റ്. ദെൻ നോക്കാം. Monitoring ensures that internal control system continues to function effectively and adapts to changes to operation or risks. അല്ലേ? അതായത് നമുക്ക് മോണിറ്റർ ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഇൻഫർമേഷൻസ് എഫക്റ്റീവ്ലി നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, അല്ലേ? മോണിറ്ററിംഗ് എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് മാറി നിന്നാൽ പോരാ, ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യണം, അല്ലേ? ഇതൊക്കെ നോക്കിക്കാണണം, ആ ഒരു ഓവർ സൈറ്റ് ഉണ്ടാവണം. അത് നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ മോണിറ്റർ ചെയ്യാം, രണ്ട് രീതിയിൽ നമുക്കിതിനെ പരിശോധിക്കാം. ഫസ്റ്റ് വൺ, ഓൺഗോയിങ് ഈവാലുവേഷൻ. എന്താണ് ഓൺഗോയിങ് ഈവാലുവേഷൻ നോക്കാം. കണ്ടിന്യൂസ് റിവ്യൂ ബിൽറ്റ് ഇൻ ടു ഡെയിലി ഓപ്പറേഷൻസ് ദാറ്റ് പ്രൊവൈഡ് ടൈംലി ഇൻഫർമേഷൻ, അല്ലേ? അതായത് ഡെയിലി ഓപ്പറേഷൻസിനെ കുറിച്ചുള്ള റിവ്യൂവും കാര്യങ്ങളെല്ലാം എടുക്കുക. ഡെയിലി ഓപ്പറേഷൻസിനെ നമ്മൾ ഡെയിലി ബേസിസിൽ നമ്മൾ മോണിറ്റർ ചെയ്യുക, അല്ലേ? അപ്പോൾ അതെന്താ അപ്പോൾ ഓപ്പറേഷൻസ് ദാറ്റ് പ്രൊവൈഡ് ടൈംലി ഇൻഫർമേഷൻസ്, നമുക്കപ്പോൾ ഒരു ടൈംലി ഇൻഫർമേഷൻസ് കിട്ടും, അല്ലേ? അപ്പോൾ അതാണ് ഓൺ ഗോയിങ്. പോകെ അതായത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു കണ്ടിന്യൂസ്ലി നമ്മളതിനെ മോണിറ്റർ ചെയ്യുക എന്നാണ് പറയുന്നത്. ദെൻ സെപ്പറേറ്റ് ഈവാലുവേഷൻസ്, പീരിയോഡിക് അസസ്മെൻറ്റ്സ് ടു ഇൻഡിപെൻഡൻ്റ്ലി റിവ്യൂ ദ കൺട്രോൾ സിസ്റ്റം, അല്ലേ? അതായത് നമ്മൾ എന്താ പറയുക, ഒരു 3 മാസം കൂടുമ്പോഴോ അതല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ അങ്ങനെ ഒരു പീരീഡ് വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുക. മറ്റേത് എന്തായിരുന്നു? ഓൺഗോയിങ് എന്തായിരുന്നു? ഡെയിലി ബേസിസിൽ, അല്ലേ? പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പോക്കിൽ തന്നെ നമ്മൾ മോണിറ്റർ ചെയ്ത് പോവുക, അല്ലേ? അതായത് ഡെയിലി ബേസിസിൽ തന്നെ ഓരോ കാര്യങ്ങളെ റിവ്യൂ എടുത്തെടുത്ത് പോവുക. സെപ്പറേറ്റ് ഇവാലുവേഷൻ എന്തായിരുന്നു? 3 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ ഒരു എന്താ പറയുക, ആ ഒരു ഇൻ്റർവെൽസിൽ നമ്മൾ മോണിറ്ററിങ് ചെയ്യുക. അപ്പോൾ രണ്ട് രീതി നമുക്ക് മോണിറ്റർ ചെയ്യാം, ഒന്ന് ഓൺഗോയിങ്ങും ദെൻ സെപ്പറേറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ മോണിറ്റർ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇത് കുറേ കൺട്രോൾ ഡെഫിഷ്യൻസിയൊക്കെ നമുക്കവിടെ ഉണ്ടാകും, അല്ലേ? കമ്മ്യൂണിക്കേഷൻസ് ആൻഡ്
കറക്ഷൻ ഓഫ് ഡെഫിഷ്യൻസീസ്. നമുക്കവിടെ കുറേ ഡെഫിഷ്യൻസീസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അതായത് ഓക്കെ, ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെയല്ല നടക്കുന്നത്, നമ്മൾ സ്ട്രക്ചർ ചെയ്ത പോലെയല്ല കാര്യങ്ങളെല്ലാം നടക്കുന്നത് നമുക്ക് മോണിറ്ററിങ് ചെയ്യുന്നതിലൂടെ മനസ്സിലാവും അല്ലേ. അതല്ല നമ്മൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ എന്താ അവിടെ നടക്കുന്നതെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ മോണിറ്റർ ചെയ്യുന്നതിലൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടോ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആരോടൊക്കെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അവരോടെല്ലാം ടൈംലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും. അതാണ് മോണിറ്ററിങ് ആക്ടിവിറ്റീസിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മൾ 5 കോമ്പോണൻസ് പഠിച്ചു. നമ്മുടെ ഒബ്ജക്റ്റീവ്സ്, ഓപ്പറേഷൻ, അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ്, കംപ്ലയിൻസ്. ഈ 3 ഒബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 5 കോമ്പോണൻസ് നമ്മൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? കൺട്രോൾ എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് അസസ്മെൻറ്റ്, ദെൻ കൺട്രോൾ ആക്ടിവിറ്റീസ്, പിന്നെ ഇൻഫർമേഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, ദെൻ മോണിറ്ററിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ എല്ലാം എന്താണെന്ന് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി പഠിക്കുക ട്രാൻസാക്ഷൻ കൺട്രോൾസിനെ കുറിച്ചായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സീ യു സൂൺ.